കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പോക്സോ കേസ് അന്വേഷണം തുടരുന്നതിനിടെ വിവാഹത്തിന് പിന്നിലെ ഗൂഢാലോചന എന്നെ അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്താണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച് വിവാഹം നടത്തിയതിൽ എന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരത്തിന് വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, വിവാദമായ വിവാഹം, ആസൂത്രിതമായ നീക്കം ഈ വിവാഹത്തിന് പിന്നിലുണ്ടെന്നുള്ള വിമർശനം അന്ന് മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ആ വിവാഹം നടത്തിക്കൊടുത്തവർക്ക് വരന് ഒക്കെയും കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്നെ അന്വേഷണം വേണം, കൃത്യമായ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന വ്യക്തമാകണം എന്ന രീതിയിൽ തന്നെയാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP, ഈ പെൺകുട്ടിയുടെ വൈറൽ പെൺകുട്ടിയുടെ കല്യാണം നടന്ന വിവാഹം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജനം TV വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്നുള്ള വാർത്ത തന്നെയാണ് ജനം TV പുറത്തുവിട്ടത്. ആ വാർത്തകൾ ശരിയാണെന്ന് ഉള്ള വിവരങ്ങൾ തന്നെയാണ് പിന്നീട് പുറത്തു വന്നതും. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അതിന് പിന്നാലെ തന്നെ പ്രതികരണവുമായി ജനം TVക്ക് മുന്നിൽ എത്തിയിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, NIA അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യവുമായാണ് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്നീ വിവാഹം നടന്ന സമയത്ത് തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പറയുകയും ഒപ്പം തന്നെ ഈ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയ സാഹചര്യമുണ്ട്. ഈ വിവാഹം, അതായത് 2009 ഡിസംബർ 30 ജനിച്ച പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് വിവാഹത്തിനുള്ള പ്രായമായിട്ടില്ല. ഈ വിവാഹം കേരളത്തിലെത്തി നടത്തിയതിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദിന്റെ പങ്ക് അന്വേഷിക്കണം, ഒപ്പം തന്നെ വ്യാജരേഖ ചമച്ച് വിവാഹം നടത്തിയതിന് പിന്നിലുള്ള അന്വേഷണം നടക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തും ഒപ്പം തന്നെ മധ്യപ്രദേശിലെ ദേശീയ ഹൈന്ദവ സംഘടനകളും ചേർന്ന് ദേശീയ പട്ടികജാതി വകുപ്പിന് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോസ്കോ കേസ് അടക്കം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം കൂടി പറയുകയാണ്. ഒപ്പം തന്നെ ഈ പെൺകുട്ടി വിവാഹ ആവശ്യവുമായി ഉന്നയിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയും ആൺ സുഹൃത്തും കേരളത്തിലേക്കാണ് എത്തുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ഈ പെൺകുട്ടിയുടെ രേഖകളടക്കം പരിശോധിച്ചു എന്നാണ് തമ്പാനൂർ പോലീസ് പറയുന്നത്. തുടർന്ന് ഈ പെൺകുട്ടിയുടെ വിവാഹം ആഴിമലയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വൈകിട്ട് 5 മണിക്ക് നടത്തുന്നു. ഇതിന് പിന്നാലെ തന്നെ ഈ CPM-ന്റെ നേതാക്കൾ, അതായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, MP ആയ AA റഹീം എന്നിവർ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. ഈ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ആ ദൃശ്യങ്ങളടക്കം വൈറലായ സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇത് വിവാദമായി CPM-ന് തന്നെ തലവേദനയാകുമെന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് തങ്ങൾ ആ വിവാഹത്തിന് പങ്കെടുക്കാൻ മാത്രമാണ് എത്തിയെന്നുള്ള ന്യായീകരണങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു പെൺകുട്ടി നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു, കേരളത്തിലേക്ക് അഭയം തേടുന്നു എന്ന തരത്തിലുള്ള ആദ്യ വാർത്തകൾ വന്നു. പിന്നീട് ആൺ സുഹൃത്തിനൊപ്പമാണ് എത്തിയതെന്ന് പറയുന്നു. ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തത്, ഈ രേഖകളൊക്കെ പരിശോധിച്ച് ഉണ്ടെങ്കിൽ തമ്പാനൂർ പോലീസിന് എങ്ങനെയാണ് ഈ ഒരു വിവാഹത്തിലേക്ക് നയിക്കുവാൻ, അല്ലെങ്കിൽ വിവാഹത്തിന് കേരളത്തിൽ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടെന്ന തരത്തിൽ പെൺകുട്ടിക്ക് വിവരങ്ങൾ നൽകുവാനും ഒക്കെ സാധിച്ചത് എന്നുള്ള വിമർശനം കൂടി ഉയരുന്ന സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം 21-ന് സംസ്ഥാന പോലീസ് മേധാവിയോടൊപ്പം തന്നെ മധ്യപ്രദേശിലെ DGP-യോടും ഹാജരാകാനാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളടക്കം നൽകണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ തുടരുന്ന പെൺകുട്ടിയെ അഭയകേന്ദ്രത്തിൽ മാറ്റണമെന്നും പ്രതിയായ ഫർഹാനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്നുള്ള ആവശ്യം കൂടി ശക്തമാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും പെൺകുട്ടികളുടെ ഭാവി ജീവിതത്തിനടക്കം വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് വീമ്പ് പറച്ചിൽ നടത്തുന്ന CPM-ന്റെ സഖാക്കന്മാർ തന്നെയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിച്ചെന്ന് ഈ ഒരു വിവാഹത്തിന് വേണ്ട എല്ലാ തരത്തിലുള്ള ചുക്കാൻ പിടിക്കുന്നതും ഈ വിവാഹം നടത്തി കൊടുക്കുന്നതിനൊക്കെ വലിയ തരത്തിലുള്ള പങ്ക് വഹിക്കുകയൊക്കെ ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകുമ്പോൾ മന്ത്രിക്കും ഒപ്പം തന്നെ MP-ക്കും ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കും ഉന്നത പദവിയിൽ ഇരിക്കുന്നവർക്ക് ഇത് തീരാ കുരുക്കായി മാറുന്നത്. എന്തായാലും ഇവർക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. KP, ഏതായാലും വിവാദമായ വിവാഹത്തിന് കള്ളമൊരുക്കിയവർ, അവർക്ക് ഒത്താശ ചെയ്തവർ ഒക്കെയും കുരുങ്ങും എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. വിശ്വ ഹിന്ദു പരിഷത്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ഈ വിവാഹത്തിന് ആസൂത്രണം ചെയ്തതിൻ്റെ അതിൻ്റെ ഗൂഢാലോചന വ്യക്തമാക്കണം, വെളിച്ചത്ത് വരണമെന്നാവശ്യപ്പെട്ട് എന്നെ അന്വേഷിക്കണമെന്നുള്ള ആവശ്യവും ഈ ഘട്ടത്തിൽ ശക്തമായി ഉയരുകയാണ്. MS വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും